ഹലോ ഹായ് ഡിയേഴ്സ്, മേത്തർ ബസാറിലെ കാഴ്ചകൾ തീരുന്നില്ല. ദാ ഒരു വീഡിയോ നമ്മൾ ഒന്നല്ല 2 വീഡിയോ ഇട്ടിരുന്നു. ഇതതിൻ്റെ ബാക്കി വീഡിയോസാണ്. ദാ ഈ നിൽക്കുന്ന സ്ഥലത്ത് മുഴുവൻ ക്രിസ്മസ് ട്രീകളാണ്. ഏകദേശം 250 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്രിസ്മസ് ട്രീകൾ ഇവിടെ ഉണ്ട്. ചേട്ടാ ഇത് എത്ര വരും ചേട്ടാ? ആ 2500. അതോ അതിന് രണ്ടിനും നമ്മൾ വ്യത്യാസം എന്നാ? ഇത് 6 ഇഞ്ച്, ഇത് 5 ഇഞ്ച് അല്ലേ? ചേട്ടാ അതോ വലുതോ? 3500 അല്ലേ? ഓ അതിൻ്റെ തന്നെ വൈറ്റ് അല്ലേ? ചേട്ടാ ഇത് എന്ത് മെറ്റീരിയൽ? എന്താ എല്ലാം? ഇതെല്ലാം പോളിമർ അല്ലേ? ഓ ഓക്കെ. ഇത് പൊട്ടോ? താഴെ വീണാ? ഇവിടെ ഫുഡിന്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ. CC ഉതുപ്പ് സ്റ്റോറിന് മുമ്പിലും അകത്തും ഉണ്ട്. ഇതിന്റെ വലുതുണ്ടല്ലേ? ഇതൊക്കെ എന്താ? 6 എത്രയാ? 6500 അല്ലേ? ഓ അതാ ക്രിസ്മസ്. അതാ പുൽക്കൂട് ഇല്ലാതെ അല്ലേ? ആ പുൽക്കൂടിന് എത്രയാ? 2800. ഇതോ? അതും വേറെ ടൈപ്പാണോ? ഇത് 2500. ഇത് 5 5200 അല്ലേ? നല്ല വലുതാണല്ലോ. ഓ കണ്ടോടാ, വലിയ പുൽക്കൂടുകളിൽ വെക്കാൻ പറ്റുന്ന നോക്കതാ ഇവിടെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇത്തവണ രൂപങ്ങൾ വാങ്ങിയത്. പുൽക്കൂട്ടിൽ വെക്കാനുള്ളത് ഏകദേശം 1700 രൂപയുടെയാണ് വാങ്ങിയത്. 25. ഇത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ളതാ. ഓ പിന്നെ കുട്ടികളുടെ ആ അതിനൊക്കെ എത്രയാ? 50 രൂപ. 50. 40 രൂപ. ആ ഓക്കെ. ഹോൾസെയിലായിട്ട് എടുത്താൽ കുറച്ച് കൊടുക്കുമോ? ആ എത്ര തൊപ്പിക്കൊക്കെ എത്രയാ? 15 ഹോൾസെയിൽ. അല്ലെങ്കിലോ റീറ്റെയിൽ ആണെങ്കിൽ? ഓക്കെ. ആ ഈ ഒരു സ്റ്റോറിലെ ലൈറ്റുകളുടെയൊക്കെ ഒരു വലിയ ശേഖരം തന്നെയാണ് കേട്ടോ ഉള്ളത്. സ്റ്റാർസ്, അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റാർസിൻ്റെ എല്ലാ തരം കളക്ഷൻസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഇതുണ്ട് കേട്ടോ, നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനായിട്ടുള്ള LED ബൾബുകൾ, പിന്നെ ചെറിയ ചെറിയ ലൈറ്റ്സിൻ്റെ എല്ലാം കളക്ഷൻ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഷോപ്പിലേക്ക് നോക്കുമ്പോൾ എൻ്റെ അമ്മോ, ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വെറൈറ്റി എന്താണെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് ഷോപ്പിലേക്ക് കയറി നോക്കാം. പ്രിൻസ് ഫാൻസി സ്റ്റോർ എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ പേര്. യെസ്, ദാ ഇതൊക്കെ കണ്ടാൽ നല്ല രസമല്ലേ? കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ ഹോൾസെയിൽ വിലയ്ക്കും റീറ്റെയിൽ വിലയ്ക്കും ഇവിടെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ഡെക്കർ ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ ഹോം ഡെക്കർ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഈ ഒരു റീത്തൊക്കെ കണ്ടോ, ഗോൾഡൻ ക്രിസ്മസ് റീത്ത്, അത് ഞാൻ ഇവിടെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. അത് വെറൈറ്റി ആയിട്ടുള്ളത് ഇവിടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റാർസിൻ്റെ തന്നെ പല പല സ്റ്റൈലുകളുള്ളത്, അതുപോലെ ക്രിസ്മസ് ട്രീ ഡെക്കർ, ഹോം ഡെക്കറുകൾ, പിന്നെ ഇതാ 150 റുപ്പീസിനൊക്കെയുള്ള പുൽക്കൂട്ടിൽ വെക്കാനുള്ള രൂപങ്ങൾ, ഇതെല്ലാം തന്നെ ചെറിയ ചെറിയ സാന്താക്ലോസുകളും ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഗ്രേ കളറുള്ളത്, റെഡ് കളർ, വൈറ്റ് കളർ, അങ്ങനെ പല കളേഴ്സിലുള്ളതുണ്ട്. പിന്നെ എല്ലാം തന്നെ ക്രിസ്മസ് ട്രീ ഡെക്കേഴ്സ്, അതുപോലെ ചെറിയ ക്രിസ്മസ് ട്രീ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് 150 റുപ്പീസിനൊക്കെ കിട്ടുന്ന ചെറിയ ടേബിൾ ടോപ്പായിട്ട് വെക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇലകൾ, ചെറിയ ചെറിയ ലീവ്സ് ഇവിടുന്ന് കിട്ടും കേട്ടോ. ആ ലീവ്സ് വെച്ചിട്ട് നമുക്ക് ഹോം ഡെക്കറായിട്ട് ചെയ്യാം. ട്രീ പോലെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഓരോ ഐറ്റംസ് വാങ്ങിക്കൊണ്ട് പോകും. അതുപോലെ തന്നെ സ്നോമാൻ, അതിൻ്റെ പല ടൈപ്പ് ഇവിടെ ഉണ്ട്. ഒരു പില്ലോ ഇതുണ്ടോ? ഓരോ ഡേറ്റിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇത് നോക്കിയേ, ഡിസംബറിലെ ഓരോ ഡേറ്റിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. അത് നല്ല രസമുണ്ടല്ലേ? അതൊരു വെറൈറ്റി ആണ് കേട്ടോ. ഇതുകൊണ്ട് പുതിയത് വന്നതിനാ. പക്ഷേ ഇത് 24 വരെ ഉള്ളൂ. ഓ 25th ക്രിസ്മസ് ആണല്ലോ, അതാ 24 ക്രിസ്മസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പുകളിലൊന്നും 1 ഇഞ്ച് സ്ഥലവും ഇല്ല കേട്ടോ. അതുപോലെ സാധനങ്ങളായിരിക്കും. അതിൻ്റെ കൂടെ ആളുകളും കൂടെ വന്നിങ്ങനെ കയറി നോക്കി എടുത്തു കഴിയുമ്പോൾ
ഒട്ടും സ്പേസ് ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് അവരുടെ ടേബിളിൽ വരെ ഓരോന്നാണ്. ഇത് നല്ല രസമുള്ളതാണ് കേട്ടോ. നമുക്ക് വീടുകളിലും അതുപോലെ പള്ളികളിലും ഒക്കെ വെക്കാൻ പറ്റുന്ന, അത് അനങ്ങും. ആ ഒരു യേശു കുഞ്ഞൊക്കെ അതിനകത്ത് അനങ്ങും. അതുപോലെ പിന്നെ ചെറിയ ടെറേറിയം പോലത്തെ ചെറുത് നമുക്ക് ടേബിൾ ടോപ്പായിട്ട് വെക്കാൻ പറ്റുന്നത്. അതുപോലെ ക്രിസ്മസ് സാന്തായുടെ ഒത്തിരി സ്റ്റിക്കറുകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നത് മറ്റേ ക്രിസ്മസിൻ്റെ റീത്ത്, ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് ഒരു ലൈറ്റാണ് കേട്ടോ, മെറി ക്രിസ്മസ് എന്ന് എഴുതി. നമുക്ക് വേണമെങ്കിൽ ട്രീയുടെ മുകളിലൊക്കെ വയ്ക്കാം. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ്. ആദ്യം നമ്മൾ നമ്മുടെ ഗോൾഡൻ കളറിലുള്ള മെറി ക്രിസ്മസ് കണ്ടു. ഇപ്പോൾ ഇതാ സിൽവർ കളറുള്ളത്. ചക്കര അവിടെ പോയിരുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് റിബണാണ്, ക്രിസ്മസ് റിബൺ. റിബൺസൊക്കെ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കാരൽസ് കോമ്പറ്റീഷനോ കാരൽസിനൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ ഒക്കെ റിബൺസ്, അതുപോലെ വലിയ റിബൺ വേണമെങ്കിൽ ട്രീയിൽ നമുക്കിടാം. അതിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റി ഇവിടെ കണ്ടു കേട്ടോ. ഇതാ ഞാൻ ആദ്യം പറഞ്ഞ ടേബിൾ ടോപ്പായിട്ടൊക്കെ നമുക്ക് ഡെക്കറായിട്ട് വെക്കാൻ പറ്റുന്നത്. അതുപോലെ കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് ട്രീസ്, എത്രയാ 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞു ക്രിസ്മസ് ട്രീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ 150 രൂപയാണിത്. ഈ ഒരു ചെറിയ ക്രിസ്മസ് ട്രീ 350. പല വിലകളുടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ക്രിസ്മസ് അപ്പൂപ്പന്മാർ ആദ്യം ഇങ്ങനെ അനങ്ങാതെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞാണ് അവരെ ഓൺ ചെയ്തത്. ഇപ്പോൾ കണ്ടോ, ഇവിടെ വയ്ക്കാതെ സാന്താക്ലോസിൻ്റെ പല വെറൈറ്റീസ് നമ്മളെപ്പോഴും അത്ഭുതപ്പെടുത്തും. അത്രയും ഭയങ്കര രസമായിട്ടാണ് ഇവർ വരുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു പുതിയ ടൈപ്പ് റീത്താണ് കേട്ടോ, ക്രിസ്മസ് റീത്ത്. നമുക്ക് വാതിലിൽ വെക്കാം, അതുപോലെ ക്രിസ്മസ് ട്രീയിൽ വെക്കാം, വീടിലൊക്കെ ഡെക്കർ ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ ഇതെല്ലാം മണികളൊക്കെയാണ്, സ്പോഞ്ചിൻ്റെയാണ്. അത് ഈ ഗ്രീൻ കാണുന്നതെല്ലാം തന്നെ ക്രിസ്മസ് ട്രീസാണ്. നമുക്ക് വോളിൽ വെക്കാൻ പറ്റുന്ന, വോൾ ഡെക്കറായിട്ട് വെക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീസ് ഉണ്ട്. ഇനി വലിയ ക്രിസ്മസ് ട്രീസ് കണ്ടാലോ, ഇതാണ് വലിയ ക്രിസ്മസ് ട്രീസ്. 6-7 ഫീറ്റ് വരുന്നതാണ്. ഹണി ഫാൻസി സ്റ്റോറിലാണ് കേട്ടോ, ബ്രാഞ്ച് ഓഫ് ഹോംലി എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നിറയെ സാധനങ്ങളുണ്ട് ക്രിസ്മസിൻ്റെ. ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീസ് ഞാൻ ഇവിടെയാണ് കേട്ടോ കണ്ടത്. 7 ഫീറ്റ് വരുന്നത് വരെയുണ്ട്. ഇതിൻ്റെ പെറ്റൽസ് കണ്ടോ, ആ ലീവ്സ് കണ്ടോ, ലീവ്സ് വളരെ നാച്ചുറൽ ഫീല് തരുന്നതാണ് കേട്ടോ. ശരിക്കും നാച്ചുറൽ ട്രീ ആണെന്ന് നമുക്ക് തോന്നും. ഇതിൽ നല്ല കളർഫുള്ളായിട്ടുള്ള, അതായത് ഓരോ ലീവ്സിലും ലൈറ്റ് വരുന്ന ടൈപ്പ് ഉണ്ട് കണ്ടോ. ഇതൊക്കെ ഇതിനൊക്കെ വരുന്നത് 11,000 ആണ് ഇതിൻ്റെ വില വരുന്നത്. നല്ല ഹൈറ്റും ഉള്ളതാണ് കേട്ടോ. ഇതൊക്കെ അതെ ഈ ലീവ്സിൻ്റെ ഇടയിലൂടെ ലൈറ്റ് വരുന്ന ടൈപ്പ്, പല കളേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ആദ്യമൊക്കെ നമ്മൾ കണ്ട ചില ക്രിസ്മസ് ട്രീയിലൊക്കെ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിലുള്ള ലൈറ്റ്സുകളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു ഷോപ്പിൽ ഇത് സിറാമിക്കിൻ്റെ കുറേ മാലാഖമാർ, ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് വേണ്ട സിറാമിക്കിൻ്റെ നമ്മൾ ആദ്യം കണ്ടില്ലേ, അതുപോലെ തന്നെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് കണ്ടോ. ഇതെല്ലാം സാന്താസ് ആണ്, പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാന്താസ്. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ അപ്പൂപ്പൻ്റെ സ്റ്റിക്ക്. പിന്നെ ഇവിടെയും കുറേ സെറാമിക് ഐറ്റംസ് ഉണ്ട്. നല്ല രസമുള്ള ഏഞ്ചൽസ് ആണ് ഇതിൽ ഏറ്റവും രസം. ഏഞ്ചൽസ് ആൻഡ് ഈ പറഞ്ഞ പോലെ രൂപങ്ങൾ, അതെല്ലാം തന്നെ ഇവിടെയുണ്ട്. ക്രിസ്മസ് ചെറിയ ചെറിയ ഹൗസുകൾ ഇവിടെയുണ്ട്. അതൊക്കെ നമുക്ക് ടേബിൾ ടോപ്പായിട്ടും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ ഡെക്കറായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസാണ് ഈ ഒരു ഷോപ്പിലുള്ളത്. ഇതിനൊക്കെ ഏകദേശം വില വരുന്നത് 250 എബവ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത്. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു 150 ആ ഒരു റേഞ്ചാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. പലതിനും ഡിഫറെൻറ്റ് പ്രൈസുകളാണ്. ഈ ലീവ്സൊക്കെ കണ്ടോ, ഈ ഒരു ഷോപ്പിനകത്തും വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ട്രീ. ഇനി ലൈറ്റ്, ഞാൻ നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സിനുള്ളതാണ് കേട്ടോ എല്ലാം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ തവണ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ സ്റ്റാറുകളുടെ ലേറ്റസ്റ്റ് വേർഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ഇങ്ങനെ ഹാങ്ങിങ്സ് ആയിരുന്നു കൂടുതൽ, ഹാങ്ങിങ് ആയിട്ടുള്ള ലൈറ്റുകൾ. ഇത്തവണ അതിനേക്കാളും ക്രിസ്മസ് ട്രീയുടെ ഇതിലുള്ളത്, അതുപോലെ സ്റ്റാർ ഷേപ്പിലുള്ളത്, അങ്ങനെ ഷേപ്പുകൾ മാറി മാറിയിട്ടുള്ള ക്രിസ്മസിൻ്റെ തന്നെ ഡെക്കേഴ്സാണ്. ഈ ഒരു ഇത് റീത്ത് കണ്ടോ, ക്രിസ്മസ് റീത്ത്. അത് പല ബോൾസ് വെച്ചിട്ടുള്ള ക്രിസ്മസ് റീത്തുകൾ. അതുപോലെ തന്നെ ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന ബോൾസുകളുടെയും ഒത്തിരി വെറൈറ്റി. ഇതാണ് ക്രിസ്മസ് ട്രീനേക്കാളും കുറച്ചും കൂടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലീവ്സ് കണ്ടോ, ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന ലീവ്സുകളുണ്ട്. അതിൻ്റെ വേറെ വെറൈറ്റി ഇതായി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഓരോന്ന് ആ ലീവ്സിൽ ഓരോന്ന് ഉള്ളതാണ്.
അതുപോലെ ഇതാ ഇത് ഗോൾഡൻ ടൈപ്പാണ്. ഗോൾഡൻ ടൈപ്പ് ലീവ്സ് ഹാങ്ങിങ്സ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ വീട് അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഫുൾ റൂംസൊക്കെ ഡെക്കറായിട്ട് ഇങ്ങനെ ഫുൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റീത്തുകളുണ്ട്, ക്രിസ്മസ് റീത്തുകൾ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ചോദിച്ചു ഈ ഹാങ്ങിങ്സിന് എത്രയാണ് വില എന്ന് ചോദിക്കുമ്പോൾ 450 ഒക്കെ ഉള്ളതാണ്. അതായത് അതിൻ്റെ നീളത്തിനനുസരിച്ചാണ് കേട്ടോ. ചിലപ്പോൾ നീളം കുറവാണെങ്കിൽ അതിന് റേറ്റ് കുറയും, നീളം കൂടുതലാണെങ്കിൽ റേറ്റ് കൂടുതലാണ്. 450 ഒക്കെയാണ് ഏകദേശം റേറ്റ് അവർ പറഞ്ഞു കേട്ടോ. ഇത് ക്രിസ്മസ് ട്രീ ആണ്, ഡബിൾ കളറിലൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ലൈറ്റ് ഉള്ള ക്രിസ്മസ് ട്രീ, ലൈറ്റ് ഇല്ലാത്ത ക്രിസ്മസ് ട്രീ, സ്നോ ഉള്ള ക്രിസ്മസ് ട്രീ, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം ക്രിസ്മസ് ട്രീത്തുകളാണ്, നല്ല ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീത്തുകൾ. അതുപോലെ സിൽവർ കളറിലുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടോ, ഫുൾ സിൽവർ കളറിലുള്ളത്. അതാ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഫുൾ ക്രിസ്മസിൻ്റെ സ്റ്റാർസ് ആണ് കേട്ടോ. നമ്മുടെ പഴയ സ്റ്റാർസിലെ ഈ പേപ്പറിൻ്റെ സ്റ്റാർസുകൾ, ആ പേപ്പറിൻ്റെ സ്റ്റാറുകൾ മുതൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെറൈറ്റി വരെയുള്ള സ്റ്റാറുകളുണ്ട്. അതുപോലെ തന്നെ പേപ്പർ സ്റ്റാറുകളുടെ തന്നെ വേറെ വെറൈറ്റി ഇവിടെ ഉണ്ട്. ഈ ഒരു ക്രിസ്മസ് അപ്പോൾ നോക്കുക, ഹൗ ക്യൂട്ട്, എന്ത് രസമാണ് നോക്കുക. ഈ ഇത് കണ്ടോ, ചെറിയ ചെറിയ ഓരോന്ന്, ഇത് നമുക്ക് ഓരോന്നായിട്ടും വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. 10 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 രൂപ, 5 രൂപ, പിന്നെ അതിന് മുകളിലേക്കാണ് കേട്ടോ വില വരുന്നത്. അത് ഓരോ ഷോപ്പുകളിലും റേറ്റ് വ്യത്യാസമുണ്ട്, ഓരോ പ്രോഡക്റ്റിൻ്റെയും റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതെല്ലാം ക്രിസ്മസ് ട്രീയിൽ അലങ്കരിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് റീത്തുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. നമുക്കിവിടെ നിന്ന്, അതായത് ഈ റോ മെറ്റീരിയൽസ് വാങ്ങിക്കൊണ്ട് പോയിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം. അല്ലാതെ ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ളത് ഇവിടെ ഉണ്ട്. ഇനി വരുന്നത് ക്രിസ്മസ് ട്രീയുടെ ഒരു മായിക ലോകമാണ്. ഫുള്ളായിട്ടുള്ള ടൈപ്പ് ഉണ്ട്, അതില്ലാത്തതുണ്ട്, ഫുൾ സ്നോ ആയിട്ടുള്ളത്. ഇത് കണ്ടോ, എല്ലാ കളേഴ്സും ഉണ്ട്. റെയിൻബോ കളേഴ്സിലുള്ള ക്രിസ്മസ് ട്രീ, അതുപോലെ തന്നെ സിൽവർ കളർ മാത്രമുള്ളത്, ഗോൾഡൻ കളേഴ്സ് മാത്രമുള്ളത്, അങ്ങനെ പല ടൈപ്പ് ക്രിസ്മസ് ട്രീകളാണ് കേട്ടോ. അതാ ഈ ഒരു ഷോപ്പിൻ്റെ സൈഡിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്ന, എല്ലാവരും ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അതുപോലെ ക്രിസ്മസ് ട്രീ ആണല്ലോ, എത്ര രസം നോക്ക്. ഈ ക്രിസ്മസ് ട്രീയുടെയൊക്കെ വില ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 5000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. 6000, 7, 8 അങ്ങനെ മുകളിലേക്ക് പോയി. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിനകത്തുള്ള ലൈറ്റ്, അതിൻ്റെ ഇതെല്ലാം അനുസരിച്ചാണ്. ഇപ്പോഴത്തെ പുതിയ ക്രിസ്മസ് ട്രീയിൽ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ ഫ്ലവേഴ്സുകളും ഉള്ള ടൈപ്പാണ് കേട്ടോ. കണ്ടോ, ഗോൾഡൻ, സിൽവർ, റെഡ് ഫ്ലവേഴ്സുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. ഒപ്പം നല്ല ലൈറ്റും ഉണ്ട്, നല്ല രസമാണ്. റെയിൻബോ കളേഴ്സിലുള്ളതുണ്ട്, സിൽവർ മാത്രമുള്ളത്, ഗോൾഡൻ മാത്രം, അങ്ങനെ പല കളേഴ്സിലുള്ളതും എല്ലാം അവൈലബിൾ. പിന്നെ സ്നോ, ഫുൾ സ്നോ മൂടിയത്, സ്നോ ഇല്ലാത്തത്, കുറച്ച് സ്നോ ഉള്ളത്, അങ്ങനെ എല്ലാം ഉണ്ട്. ഈ ഒരു ക്രിസ്മസ് ട്രീ നോക്ക്, ഗോൾഡൻ ആ ഒരു ലൈറ്റും എല്ലാം വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റെഡ് ഫ്ലവറാണ്. ആ റെഡ് ഫ്ലവറിൻ്റെ സൈഡിലും അകത്തും എല്ലാം ലൈറ്റാണ്, ഫുൾ ലൈറ്റാണ്. നല്ല രസം അത് കാണാനായിട്ട്. ഏകദേശം 8000 അതിന് മുകളിലേക്കൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈറ്റിനൊക്കെ അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. 5 feet, 8 feet അങ്ങനെ അതിന് നല്ല നീള കൂടുതലുള്ള ക്രിസ്മസ് ട്രീസ് ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്തെ ഷോപ്പിൽ ഇതാ നിറയെ ഇതുപോലെ ക്രിസ്മസ് ട്രീയിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ 10 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതാ ലൈറ്റ് തന്നെ, ഇതൊക്കെ കണ്ടോ, ഇത് LED, അതുപോലെ വോളിലെല്ലാം വെക്കാൻ പറ്റുന്ന കുറേ ലൈറ്റുകളുണ്ട്. സീരിയൽ ബൾബുകളുടെ വൻ നിര തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഫുൾ നമുക്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലായിട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സുകൾ, തൊപ്പി എല്ലാം കിട്ടുന്ന ഷോപ്പാണ്. ഇത് റെയിൻഡിയേഴ്സിനെ കണ്ടോ, ഗോൾഡൻ റെയിൻഡിയേഴ്സ് അടിപൊളിയായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടോ, നല്ല രസമുള്ള ആ ഒരു ക്രിസ്മസ് ട്രീ വെക്കാൻ പറ്റുന്ന, ഹോം ഡെക്കറായിട്ട് വെക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതിൻ്റെ തന്നെ ഈ നമുക്ക് ക്രിസ്മസ് ട്രീയിൽ വെക്കാൻ പറ്റുന്ന ഹാങ്ങിങ്സുകൾ കുറേ ഉണ്ട്. ഈ ഒരു ഉള്ളിലേക്കൊക്കെയുള്ള ഷോപ്പാണ് കേട്ടോ. ഇനി അത് എല്ലാം അകത്തേക്കുള്ള ഷോപ്പുകളാണ്. എൻ്റെ അമ്മോ, ക്രിസ്മസ് അപ്പൂപ്പനും ഓരോരോ ഇരിക്കുന്നവരോ നോക്കിയേ. അപ്പോൾ ഇതൊക്കെ രസമായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. ഇത് നമ്മുടെ പുൽക്കൂട്, നല്ല ഭംഗിയുള്ള പുൽക്കൂടാണ് കേട്ടോ. അതിനൊക്കെ 250 എബവ് ആണ് അതിൻ്റെ റേറ്റൊക്കെ വരുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് കടന്ന് നടക്കുന്ന സ്ഥലമില്ല, ഏറ്റവും രസം അവിടെയാണ്. ഇങ്ങനെ നിറയെ സ്റ്റാറുകളാണ്. ചേട്ടാ ആ ടൈപ്പിന് എത്രയാണ്? 1950. 1950. അത് ഏതാ, സെറാമിക് ആണോ? പോളിമാർബിൾ. സ്വർണ്ണമുണ്ട്. സ്വർണ്ണോ? സ്വർണ്ണ കളർ. ഓ അതിന് എത്രയാ? 2000. അതിൻ്റെ ചെറിയ ചെറുത് എത്രയായിരുന്നു? ഇതിന് എത്രയായിരുന്നു? 2000. 1300. 1300 അല്ലേ?
പല ഷോപ്പുകളിൽ പല പല വെറൈറ്റികളാണ് കേട്ടോ. ഇതിൻ്റെ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ ഹൈറ്റിനനുസരിച്ച്, അതുപോലെ വെറൈറ്റിക്ക് അനുസരിച്ചൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഷോപ്പുകളിലും ചോദിച്ചിട്ട് നമുക്ക് ഏതാണോ വലിയ വില കുറവ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ ഡിഫറെൻറ്റ് സ്റ്റാർസുകൾ. ഈ ക്രിസ്മസിൻ്റെ തൊപ്പി നോക്കുക, നമ്മൾ 1-2 ടൈപ്പ് തൊപ്പികളല്ലേ കാണുന്നുള്ളൂ. പക്ഷേ ഇവിടെ വെറൈറ്റിയാണ് കേട്ടോ. 50 റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പല വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ജനത്തിരക്ക് ഞാനൊന്ന് കാണിച്ചു തരാം, നോക്കി കടാ. പിന്നെ ഈ ക്രിസ്മസ് റീത്ത് കണ്ടോ, അവിടെ സാധാ ടൈപ്പ് ഉണ്ടായിരുന്നു, അത് ചുമ്മാ ഗ്രീനിഷ് മാത്രം. അത് മേടിച്ചുകൊണ്ട് പോയിട്ട് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളില്ല, ആ റോ മെറ്റീരിയൽസും കൂടെ കൊണ്ടുപോയിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളത് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ക്രിസ്മസ് ട്രീ നോക്ക്, നല്ല വിടർന്ന് നിൽക്കുന്ന ക്രിസ്മസ് ട്രീ. ഇത് നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ വിടർത്തി വെക്കാൻ പറ്റും കേട്ടോ. അതെല്ലാം നിവർത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്കതെല്ലാം, അതിന് ഏകദേശം 7,000 ഒക്കെയാണ് വില പറഞ്ഞത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് നമുക്ക് ക്രിസ്മസിൻ്റെ തൊപ്പി കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. വെൽവെറ്റിൻ്റെ തൊപ്പിയുണ്ട്, വെൽവെറ്റ് അല്ലാത്തതുണ്ട് കേട്ടോ. വെൽവെറ്റ് അല്ലാത്തതുണ്ട്. അതുപോലെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ആ സ്റ്റിക്ക് ഉണ്ട്, ആ സ്റ്റിക്കെല്ലാം വെൽവെറ്റൊക്കെ ആയിട്ടുള്ളതുണ്ട്. ഇവിടെ എല്ലാം ഹോൾസെയിൽ റേറ്റിന് കിട്ടും. ചെറിയ ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് അപ്പൂപ്പന്മാരാണ് മൊത്തം ഇവിടെ. ഈ ഷോപ്പിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കയറിയിട്ട് കുറേ സാധനങ്ങളൊക്കെ പരിചയപ്പെട്ടത്. അതുപോലെ പഴയ സ്റ്റാറുകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്, പേപ്പർ സ്റ്റാറുകളൊക്കെ. അതുപോലെ തന്നെ പുതിയ ടൈപ്പ് സ്റ്റാറുകൾ വന്നിട്ടുണ്ട് കേട്ടോ, പ്ലാസ്റ്റിക്കിൽ വരുന്ന. അതുപോലെ വെൽവെറ്റിലുള്ള സ്റ്റാറുകളുണ്ട്, വെൽവെറ്റ് പേപ്പറിൽ വരുന്ന സ്റ്റാറുകൾ. അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ വന്ന് ഞങ്ങൾക്ക് എന്തായാലും ക്രിബ് ഒരെണ്ണം വാങ്ങണം, അതുപോലെ പുൽക്കൂട്ടിലെ രൂപങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ ചിലപ്പോൾ ക്രിബ് ഉണ്ടാക്കും, പുൽക്കൂട്ടിലെ രൂപങ്ങൾ മാത്രമേ വാങ്ങുള്ളൂ. അപ്പോൾ ഓരോന്നിൻ്റെയും വില ചോദിച്ചാൽ പോയത്. ഈ ഒരു പുൽക്കൂട് വെക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പുൽക്കൂട്, ഏകദേശം 450 എബവ് ഒക്കെയാണ് കേട്ടോ ഓരോന്നിൻ്റെയും റേറ്റ് പറയുന്നത്. പിന്നെ ഇവിടെയും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ലൈറ്റുകൾ നല്ല LED. ചക്കര ഓരോ ക്രിസ്മസ് ട്രീയും പോയി തൊട്ട് നോക്കുന്നത്. ഇവിടെയും ക്രിസ്മസിൻ്റെ നമ്മുടെ ക്രിബിനകത്ത് വെച്ചിരുന്ന രൂപങ്ങളുണ്ട്. 3600 കേട്ടോ ഇതിൻ്റെ വില വരുന്നത്. നല്ല വലിപ്പമുള്ള ടൈപ്പാണ്. അതിൻ്റെ ചെറുതിന് 2200 വില. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല റേറ്റാണ് പല ഷോപ്പുകളും. അതതിൻ്റെ വലിപ്പവും അതിൻ്റെ മെറ്റീരിയലിനും എല്ലാം അനുസരിച്ച് വ്യത്യാസപ്പെടും. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായി കാണാൻ, നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് ഇതിന്. അതാണ് ഇതിൻ്റെ ഈ വില കൂടാനായിട്ട് കാരണം. അതുപോലെ പെട്ടെന്ന് താഴെ വീണാലൊന്നും പറ്റില്ല. ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെയും വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹാങ്ങിങ്സിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പലതും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ക്രിബിൽ വെക്കുന്നതാണ് ഏറ്റവും രസം. ഈ ഒരു ലൈറ്റ് നോക്കി അടിപൊളി. ഓരോന്നോരോന്ന് പരിചയപ്പെടുത്താനായിട്ടാണെങ്കിൽ തീരില്ല, ഒരു 100 വീഡിയോ ചെയ്യാനായിട്ടുള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ. ടോപ്പ് ഡോൾസ് എന്നൊക്കെ പറയുന്നിടത്ത് നിറയെ സാധനങ്ങളാണ്. കയറിയ പിന്നെ ആ ഒരു ഷോപ്പിൽ തന്നെ കുറേ സാധനങ്ങൾ കാണാനുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്ത് നിന്ന് കണ്ടു. ഇവിടെ പുൽക്കൂട്, നല്ല രസമുള്ള പുൽക്കൂടുകളുണ്ട്. അതുപോലെ ചാക്കിൽ നിറയെ വെച്ചിരിക്കുന്ന എല്ലാം തന്നെ ട്രീ ഡെക്കർ ഐറ്റംസ് ആണ്. അതുപോലെ ഹോം ഡെക്കർ ഐറ്റംസും വെച്ചിട്ടുണ്ട്. ഓരോ ടൈപ്പ് ക്രിസ്മസ് ട്രീ ആണ് ഓരോ ഷോപ്പിൽ ചെല്ലുമ്പോൾ. ഈ പിങ്ക് ആൻഡ് സിൽവർ ഷെയ്ഡും ഉണ്ടോ. ചക്കരയ്ക്ക് ഈ ക്രിസ്മസ് ട്രീ ഏറ്റവും ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ എല്ലാ ക്രിസ്മസ് ട്രീയും ഇഷ്ടപ്പെട്ടു. ഓരോന്നും വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ വീട്ടിലെ ക്രിസ്മസ് ട്രീ എന്ത് ചെയ്യും? ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാനൊരു 5 വർഷം മുമ്പ് വാങ്ങിച്ചു വെച്ച ക്രിസ്മസ് ട്രീക്ക് ഇപ്പോഴും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. എന്ത് ക്യൂട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ. പിന്നെ ഇവിടെയുള്ളതെല്ലാം ഹോം ഡെക്കർ ഐറ്റംസ് ആണ്. എല്ലാം വെറൈറ്റി ആണ് കേട്ടോ. ഒരു ഷോപ്പിൽ നിന്ന് മറ്റൊരു ഷോപ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ എല്ലാം വെറൈറ്റി ഐറ്റംസാണ് കാണുന്നത്. ശരിക്കും ഒരു ഡേ വേണം നമ്മളിവിടെ വന്ന് ഓരോന്ന് പർച്ചേസ് ചെയ്യാനായിട്ട്. ഈ ഷോപ്പിൽ നമ്മുടെ ഏഞ്ചൽസിൻ്റെ ചിറകുണ്ട് കേട്ടോ. ഇപ്പോൾ പള്ളികളിലൊക്കെ ഏഞ്ചൽസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ചിറക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചെറിയ ക്രിസ്മസ് ട്രീ, ഫുൾ സ്നോ ആയിട്ടുള്ള ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ടോ, അതിനൊക്കെ 150 ആൻഡ് എബവ് റുപ്പീസാണ് വരുന്നത്. ഇതെല്ലാം തന്നെ ഡെക്കറാണ്. നമുക്ക് ക്രിസ്മസ് ട്രീ അതുപോലെ തന്നെ റീത്ത് ഒക്കെ റെഡിയാക്കാനായിട്ട്. ഇതൊക്കെ ഞാൻ കുറച്ച് വാങ്ങിയിട്ട് അതിനൊക്കെ 10-20 റുപ്പീസുകളാണ് ആ ഓരോ ബഞ്ചിന് വരുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വെൽവെറ്റിൻ്റെ സ്റ്റാർ. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. പേപ്പർ തന്നെ അത് വെൽവെറ്റാണ് മാത്രം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആ ഒരു പേപ്പറിൻ്റേതായിട്ടുള്ള നല്ല രസമായിട്ട് കണ്ടോ. ഇതെല്ലാം തന്നെ വെൽവെറ്റ് സ്റ്റാറുകളാണ്. അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ തപ്പി തപ്പി നടന്ന് ഇങ്ങേ അറ്റം എത്താറായിട്ടോ. അതായത് മേത്തർ ബസാറിൻ്റെ അങ്ങേ അറ്റം എത്താറായി. ഇവിടെയും കുറേ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ആദ്യം വാങ്ങിയ പോലത്തെ ഇതെല്ലാം തന്നെ ക്രിസ്മസ് ട്രീയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ നമുക്കും ക്രിസ്മസ് ട്രീയിൽ പ്ലേസ് ചെയ്ത് ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ടോ. അതിൽ റെയിൻഡിയർ ജോക്കുട്ടിനെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ലൈറ്റ്സ് ആണ് കേട്ടോ. ഈ ലൈറ്റ്സ് എല്ലാം വീട്ടിൽ കൊണ്ടിട്ടാൽ നല്ല രസമായിരിക്കും അല്ലേ, അടിപൊളി. അപ്പോൾ ലൈറ്റ്സൊക്കെ കണ്ട് ഇവിടെ ചെറിയ പെറ്റൽസ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഹോം ഡെക്കർ ചെയ്യാൻ പറ്റുന്ന. അങ്ങനെ നമ്മൾ നടന്ന് മേത്തർ ബസാറിൻ്റെ
ഇപ്പുറത്തെ സൈഡിലെത്തിയത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലെത്തി. അപ്പോൾ ക്രിസ്മസിൻ്റെ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഇതാ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഇതാ ക്രിബിൽ വെക്കാനുള്ള രൂപങ്ങളാണ് വാങ്ങിയത്. ഇതാ വാങ്ങിയത് 1700 രൂപയാണ് കേട്ടോ അതിന്. ഇവിടെ ഇങ്ങനെ വലിയ പേശലുകളൊന്നും നടക്കില്ല, എന്നാലും നമ്മൾ അത്യാവശ്യം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവർ കുറച്ച് തരും. പിന്നെ ഈ ലൈറ്റ്സൊക്കെ ഏറ്റവും പുതിയതാണ് കേട്ടോ. നമുക്ക് തലയിൽ വെക്കാൻ പറ്റുന്ന ബാൻഡ്, ഈ ഒരു കണ്ണടയൊക്കെ കണ്ടോ. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ തൊപ്പിയില്ലേ, തൊപ്പിയിൽ ലൈറ്റ്സ്, തലയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള തൊപ്പി, ഇതെല്ലാം ഇവിടെ. കൂടാതെ വഴിയോര കച്ചവടക്കാരും ഉണ്ട്. ഈ ഒരു സ്പെക്സ് ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റുള്ള സ്പെക്സ് എല്ലാം 100 രൂപയാണ് കേട്ടോ വില. അതിൻ്റെ 2 എണ്ണം വാങ്ങി, ഒരു ബ്ലൂവും ഒരു പിങ്ക് ഷെയ്ഡും വാങ്ങി. നല്ല രസമായിരുന്നു അത്. മേത്തർ ബസാറിൽ ഏകദേശം കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടു. നല്ല തിരക്ക് കൂടിയിട്ടുണ്ട്. സാധാരണ ഈ സമയത്തൊന്നും അത്ര വലിയ തിരക്കില്ല, പക്ഷേ നല്ല തിരക്കാണ്. ഇത് മേത്തർ ബസാറിൻ്റെ ഇപ്പുറത്തെ കവാടത്തിൻ്റെ അപ്പുറത്ത് നമ്മൾ എത്തിയിട്ട് അവിടെ വരെ എത്തി. അതുപോലെ ഷോപ്പുകൾ ഇനിയും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട്. അത് നമുക്ക് കാണാനുള്ള സമയമില്ല. ഇപ്പോൾ തന്നെ എനിക്ക് 7 മണി എങ്ങാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ നിർത്തുകയാണ്. കുറേ സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. എന്താ പറയാനുള്ളത്? ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓരോന്നിൻ്റെ റേറ്റ് പ്രത്യേകം എടുത്ത് പറയാനൊന്നും പറ്റിയില്ല, പക്ഷെ എന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തവണ മേത്തർ ബസാറിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട്, അത് വാങ്ങാനായിട്ട് വാങ്ങി അതും കൂടെ വാങ്ങിയിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. ടാറ്റാ, ബൈ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് പറ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.